എല്ലാവർക്കും നമസ്കാരം. പരീക്ഷയൊക്കെ അടുത്തു വരുന്നു അല്ലേ? ടെൻഷനൊന്നും വേണ്ട. നിങ്ങളുടെ റാങ്ക് ഉറപ്പിക്കാൻ പോന്ന ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഓരോ പോയിന്റും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടന്നാലോ? വെറും 5 മിനിറ്റ്. അതിനുള്ളിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നിങ്ങളുടെ തലയിൽ കയറിയിരിക്കും. പരീക്ഷയ്ക്ക് ആവശ്യമുള്ളത് മാത്രം വലിച്ചുവാരി ഒന്നും പറയുന്നില്ല. അപ്പോൾ റെഡിയല്ലേ? നമുക്കങ്ങ് തുടങ്ങിയേക്കാം. അപ്പോൾ നമ്മളെപ്പോഴും കറണ്ട് അഫയേഴ്സ് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. അതെന്തുകൊണ്ടാണെന്നറിയാവോ? കാരണം കേരള PSC പരീക്ഷകൾക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് നമ്മുടെ നാട്ടിലെ കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ കേരളത്തിലെ വിജയനിമിഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശരി, ആദ്യം തന്നെ നമുക്ക് അവാർഡുകളിലേക്ക് കടക്കാം. ഇത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം, കാരണം പരീക്ഷയിലെ ഒരു ഹോട്ട് ടോപ്പിക്കാണിത്. ഉറപ്പായും 1 മാർക്ക് ഈ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ 1 മാർക്ക് നമുക്ക് ഇപ്പോൾ തന്നെ ഉറപ്പിച്ചാലോ? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: 2026 സംസ്ഥാന സാക്ഷരതാ മിഷൻ അവാർഡ് ഏത് ജില്ലയ്ക്കാണ് കിട്ടിയതെന്ന് ഓർമ്മയുണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്കിയേ. മനസ്സിലൊരു ഉത്തരം വരുന്നുണ്ടോ? നമുക്ക് നോക്കാം ശരിയാണോന്ന്. അതെ, ഉത്തരം വയനാടാണ്. വയനാട് എന്ന് ഓർത്തെടുത്തവർക്ക് ഒരു ബിഗ് ക്ലാപ്പ്. പക്ഷേ ചോദ്യം അവിടെ തീരുന്നില്ല. എന്തിനാണ് വയനാടിന് ഈ അവാർഡ് കിട്ടിയത്? അതും ചോദിക്കാം. ആദിവാസി സമൂഹങ്ങൾക്കിടയിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾക്കാണ് ഈ അംഗീകാരം. അപ്പോൾ 2 പോയിന്റ് ഓർക്കണം. 1, ജില്ല വയനാട്. 2, കാരണം ആദിവാസി മേഖലയിലെ പ്രവർത്തനം. ക്ലിയർ അല്ലേ? ഇനി ഇതോടൊപ്പം തന്നെ ഓർത്തുവെക്കേണ്ട മറ്റ് 2 പ്രധാന അവാർഡുകൾ കൂടിയുണ്ട്. ഒന്നാമത്തേത് P. പരമേശ്വരൻ സ്മാരക പുരസ്കാരം. ഇത് കിട്ടിയത് പ്രശസ്ത സാഹിത്യകാരൻ C. രാധാകൃഷ്ണനാണ്. അടുത്തത് PK റോസി അവാർഡ്. ഇത് നമ്മുടെ പ്രിയപ്പെട്ട സംവിധായിക ഗീതു മോഹൻദാസിനാണ് ലഭിച്ചത്. ഇത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചേരുംപിടി ചേർക്കാനായിട്ട് വരാം. അപ്പോൾ ആളും അവാർഡും മാറിപ്പോകരുത്. അടുത്തത് K-സ്മാർട്ട് 2.0. എന്താണിത് സംഭവം? സിമ്പിളായിട്ട് പറയാം. നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്യാൻ ഒരു ആപ്പ്, ടാക്സി വിളിക്കാൻ വേറൊരു ആപ്പ്, അതുപോലെ ഇനി എല്ലാ സർക്കാർ സേവനങ്ങൾക്കും കൂടി ഒരൊറ്റ ആപ്പ്. അതാണ് K-സ്മാർട്ട്. ഒരു 1 സ്റ്റോപ്പ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഇനി ഓഫീസുകൾ കാര്യമിറങ്ങണ്ട, എല്ലാം വിരൽത്തുമ്പിൽ. ഇത് ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇനി വിദേശത്തുള്ള നമ്മുടെ മലയാളികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അക്ഷരപ്രവാസം പദ്ധതി. പല കാരണങ്ങൾ കൊണ്ടും പഠനം മുടങ്ങിപ്പോയ പ്രവാസികൾക്ക് 10ാം ക്ലാസും +2വും തുല്യതാ പരീക്ഷകൾ ഓൺലൈനായി എഴുതാൻ ഇതിലൂടെ സാധിക്കും. അപ്പോൾ അക്ഷരപ്രവാസം എന്ന് കേട്ടാൽ ഓർക്കുക, ഇത് പ്രവാസികളുടെ വിദ്യാഭ്യാസത്തിനുള്ള പദ്ധതിയാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ പ്രധാന കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് കുറച്ചുകൂടി വലിയൊരു ക്യാൻവാസിലേക്ക് പോകാം. നമ്മുടെ ഇന്ത്യയിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ എന്ന് നോക്കാം. റെഡിയല്ലേ? ഇതൊരു 5 സ്റ്റാർ ചോദ്യമാണ്. ഉറപ്പായും ശ്രദ്ധിക്കുക. യൂണിഫോം സിവിൽ കോഡ് അഥവാ ഏകീകൃത സിവിൽ കോഡ്. ഇത് നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. എന്നാൽ ചോദ്യം വരാൻ പോകുന്നത് 2ാമത്തെ സംസ്ഥാനം ഏതാണെന്നായിരിക്കും. ഉത്തരം അസം. അപ്പോൾ ആ ഒരു ഓർഡർ മറന്നു പോകരുത്. ഫസ്റ്റ് ഉത്തരാഖണ്ഡ്, സെക്കൻഡ് അസം. 20,000. സ്ക്രീനിൽ കാണുന്ന ഈ സംഖ്യ കണ്ടോ? എന്തായിരിക്കും ഇത്? ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കിയേ. ഒരു വലിയ സംഖ്യയാണല്ലേ? ഇതിനു പിന്നിലൊരു ലോക റെക്കോർഡ് തന്നെയുണ്ട്. എന്താണെന്നറിയാമോ? ആ 20,000 എന്നത് ഒരേ സമയം ആളുകൾക്ക് ധ്യാനിക്കാൻ പറ്റുന്ന ഒരിടത്തെ കപ്പാസിറ്റിയാണ്. എവിടെയാണെന്നല്ലേ? വാരാണസിയിലെ സ്വർവേദ് മഹാമന്ദിറിൽ. ഒരേ സമയം 20,000 പേർക്ക് അവിടെ ഇരുന്ന് ധ്യാനിക്കാം. ഇതോടെ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാനകേന്ദ്രമായി മാറി. സ്ഥലം മറക്കരുത്, വാരാണസി. ഇനി ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടുന്നവർക്കൊരു സന്തോഷവാർത്ത. വന്ദേ ഭാരതിൽ ഇനി ഇരുന്ന് മാത്രമല്ല, കിടന്നും യാത്ര ചെയ്യാം. അതെ, വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ പരീക്ഷണ ഓട്ടം നമ്മുടെ കേരളത്തിലൂടെ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വൈകാതെ തന്നെ സുഖമായി കിടന്നുറങ്ങി യാത്ര ചെയ്യാനുള്ള സൗകര്യം വരും. അപ്പോൾ നമ്മൾ കേരളം കണ്ടു, ഇന്ത്യ മുഴുവൻ കറങ്ങി. ഇനി എങ്ങോട്ടാ? നേരെ ലോകത്തേക്ക്. അന്താരാഷ്ട്ര തലത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഇന്ത്യയുടെ പങ്കെന്താണ്? നമുക്ക് നോക്കാം. ബഹിരാകാശത്ത് ഇപ്പോൾ ഒരു ചെറിയ മത്സരമൊക്കെ നടക്കുന്നുണ്ട്. ചൊവ്വയിൽ നിന്ന് മണ്ണ് തിരികെ കൊണ്ടുവരാനായിട്ട് ചൈന അവരുടെ ഷെൻഷൌ 20 എന്ന ദൗത്യം ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതൊരു വലിയ ചുവടുവയ്പ്പാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും, ചൈന ചൊവ്വയിൽ പോകുമ്പോൾ ഇന്ത്യ എന്തു ചെയ്യുകയാണെന്ന്, അല്ലേ? നമ്മളും ഒട്ടും പിന്നിലല്ല. നമ്മുടെ സ്വന്തം മംഗൾയാൻ 2 ദൗത്യം അതിന്റെ അവസാനഘട്ട പരീക്ഷണങ്ങളിലാണ്. അപ്പോൾ ബഹിരാകാശ രംഗത്ത് നമ്മളും ഒപ്പത്തിനൊപ്പമുണ്ട്. ഇത് തീർച്ചയായും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് ഡിപ്ലോമസിയിലേക്ക് വരാം. ഇന്ത്യയും സീഷെൽസും തമ്മിൽ ഒരു പ്രധാനപ്പെട്ട കരാറിൽ ഒപ്പുവെച്ചു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? പ്രതിരോധവും സമുദ്ര സുരക്ഷയും ശക്തിപ്പെടുത്താൻ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമ്മുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഈ കരാറ് സഹായിക്കും. അപ്പോൾ ഓർക്കേണ്ട 2 കാര്യങ്ങൾ: രാജ്യം, സീഷെൽസ്, സഹകരണം പ്രതിരോധ രംഗത്ത്. ശരി,
നമ്മൾ ഏകദേശം എല്ലാ പ്രധാന വാർത്തകളും കവർ ചെയ്തു. ഇനി അവസാനം, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയുണ്ട്. പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒന്നാണ് പ്രധാന ദിവസങ്ങളും അതിന്റെ തീമുകളും. അപ്പോൾ നമുക്ക് ഫെബ്രുവരി 10ന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫെബ്രുവരി 10-ന് 3 പ്രധാനപ്പെട്ട ദിവസങ്ങളുണ്ട്. ഒന്നാമത്തത് ലോക പയർവർഗ ദിനം അഥവാ വേൾഡ് പൾസസ് ഡേ. അതിന്റെ ഈ വർഷത്തെ തീം പൾസസ് നറിഷിംഗ് സോയിൽസ് ആൻഡ് പീപ്പിൾ എന്നാണ്. രണ്ടാമത്തത് സേഫർ ഇന്റർനെറ്റ് ഡേ. അതിന്റെ തീം ഡിജിറ്റൽ റെസിലിയൻസ് ഫോർ ഓൾ. മൂന്നാമത്തത് നമ്മുടെ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നാഷണൽ ഡീവോമിംഗ് ഡേ, അതായത് ദേശീയ വിരവിമുക്ത ദിനം. കുട്ടികളിലെ വിളർച്ച തടയുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഈ 3 ദിവസങ്ങളും അതിന്റെ തീമുകളും ലക്ഷ്യങ്ങളും കാണാതെ പഠിച്ചോളണം. ഇതിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. അപ്പോ ഇത്രയും നേരം പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഒരു ചെറിയ റാപ്പിഡ് ഫയർ റിവിഷൻ. ഞാൻ ചോദ്യം ചോദിക്കും, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഉത്തരം മനസ്സിൽ പറയണം. റെഡിയാണോ? തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം, സംസ്ഥാന സാക്ഷരതാ മിഷൻ അവാർഡ് നേടിയ ജില്ല ഏതാണ്? പെട്ടെന്നോർത്തെടുത്തേ. വയനാട്. ഉത്തരം ശരിയായവർക്ക് എന്റെ വക ഒരു കയ്യടി. വെരി ഗുഡ്. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം. രണ്ടാമത്തേതാണ് ഞാൻ ചോദിച്ചത്, ആദ്യത്തേതല്ല. ഏതാണത്? അസം. അതാണ് ശരിയായ ഉത്തരം. കണ്ടോ, ഇതുപോലുള്ള പോയിന്റുകളാണ് റാങ്ക് ലിസ്റ്റിൽ വ്യത്യാസം വരുത്തുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതെല്ലാം നന്നായി ഒന്നുകൂടി ഉറപ്പിക്കുക. നിങ്ങളുടെ സ്വപ്നജോലിയിലേക്ക് ഒരു പടി കൂടി അടുത്തു. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി കാണാം. എല്ലാവർക്കും വിജയാശംസകൾ.